പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയിൽ നിന്ന് ഹൃദയപൂർവ്വം സ്വാഗതം. എപ്പോഴെപ്പോഴും സംസാരത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു വാക്ക്, അത് നമ്മൾ അതിൻ്റെ വിവിധ ഉദാഹരണങ്ങളിലൂടെ വിവിധ രൂപങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. വളരെ ഈസിയായിട്ട് നമുക്ക് പഠിക്കാം. 5 മിനിറ്റ് വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുത്തത് സപ്പോർട്ട് ചെയ്യുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആ വാക്ക് ഇതാണ്, വാക്കൈ. നമുക്കറിയാം അല്ലേ, റിയലി ക്യാൻ യു ഡു ഇറ്റ്, റിയലി ക്യാൻ യു ഡു ഇറ്റ്, റിയലി ക്യാൻ യു ഡു ഇറ്റ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമോ? യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമോ? ശരിക്കും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമോ? ശരിക്കും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമോ? വാക്കൈ, വാക്കൈ എന്ന് പറഞ്ഞാൽ അത് റിയലി എന്നുള്ള അർത്ഥമാണ് ഉപയോഗിക്കുന്നത്. റിയലി അല്ലെങ്കിൽ ഇൻഡീഡ്, ഈ 2 ഇംഗ്ലീഷ് വാക്കുവാനും നല്ല സൂട്ടബിളാണ്. റിയലി അല്ലെങ്കിൽ ഇൻഡീഡ്. ഇൻഡീഡ് എന്ന് പറഞ്ഞാൽ വാസ്തവമേ, വാസ്തവമായും. ഇൻഡീഡ് വാസ്തവമേ എന്ന് ഹിന്ദിയിൽ പറയും, ഇംഗ്ലീഷിൽ ഇൻഡീഡ് എന്ന് പറയും. റിയലി എന്ന വാക്കും ഈ ഇൻഡീഡ് എന്ന വാക്കും ഒരേപോലെ, വലിയ വ്യത്യാസമില്ലാതെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വാക്കൈ, ക്യാ ആപ് ഇസെ കർ സക്തേ ഹേ, വാക്കൈ ക്യാ ആപ് ഇസെ കർ സക്തേ ഹേ. ശരിക്കും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ? റിയലി ക്യാൻ ഡു ദിസ്, റിയലി ക്യാൻ യു ഡു ഇറ്റ്, റിയലി ക്യാൻ യു ഡു ഇറ്റ്, റിയലി ക്യാൻ യു ഡു ഇറ്റ്. വാസ്തവത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ശരിക്കും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ? വാക്കൈ, റിയലി मुझे यह जानकर खुशी हुई, वाकई मुझे यह जानकर खुशी हुई, वाकई मुझे यह जानकर खुशी हुई. വാസ്തവത്തിൽ ഞാനത് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിപ്പോയി എന്ന് നമ്മൾ പറയില്ലേ. വാക്കൈ മുझे ये जानकर बहुत खुश हुई. വാസ്തവത്തിൽ, യഥാർത്ഥത്തിൽ, ശരിക്കും ഞാനിത് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിപ്പോയി. എന്താണ് അറിയുക? നിങ്ങൾ പരീക്ഷയിൽ റാങ്ക് കിട്ടിയെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ശരിയായെന്നോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടിയെന്നോ ഒക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിപ്പോയി. റിയലി ഐ വാസ് ഹാപ്പി ടു നോ ദിസ്, റിയലി ഐ വാസ് ഹാപ്പി ടു നോ ദിസ്. ശരിക്കും, വാസ്തവത്തിൽ, യഥാർത്ഥത്തിൽ ഇത് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. വാക്കൈ മുझे यह जानकर खुशी हुई, वाकई मुझे यह जानकर खुशी हुई, वास्तव में मुझे यह जानकर खुशी हुई. इंडीड, इंडीड आई वॉज हैप्पी टू नो दिस, इंडीड आई वॉज हैप्पी टू नो दिस. वाकई मुझे लगता है कि हम सही दिशा में, हम सही दिशा में जा रहे हैं. വാസ്തവത്തിൽ, യഥാർത്ഥത്തിൽ, ശരിക്കും എനിക്ക് തോന്നി നമ്മൾ പോകുന്നത് വഴി ശരിയായ ദിശയിലാണ്. ഞങ്ങൾ ശരിയായ ദിശയിലാണെന്ന് പറയാനും നമ്മൾ ശരിയായ ദിശയിലാണെന്ന് പറയാനും ഈ വാക്കുകൾ മതി, നമുക്ക് ധാരാളം മതി. വാക്കൈ മുझे लगता है, വാക്കൈ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അല്ലെങ്കിൽ റിയലി, ഹിന്ദിയിൽ വാസ്തവമേ. വാക്കൈ മുझे लगता है, മുझे लगता है എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ടെന്നും അർത്ഥം വരും. കി, കി എന്ന് പറഞ്ഞാൽ ആ വാക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കാനാണ്, കഞ്ചക്ഷനാണ് അതിൻ്റെ അർത്ഥം. എന്തെന്നാൽ എന്നൊക്കെ ഉണ്ട്. ഹം സഹി ദിശാമേ, ഹം സഹി ദിശാമേ നമ്മൾ ശരിയായ ദിശയിലേക്കാണ്. ജാ രഹേ ഹേ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഹിന്ദിയിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് രഹേ എന്ന് പറയുന്നത്. ജാ രഹേ, അത് രഹേ എന്ന് പറയാൽ ബഹുവചനം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ സാധാ ഏകവചനാണെങ്കിൽ രഹ എന്നാ പറയുള്ളൂ. ഇപ്പം അതുകൊണ്ട് തന്നെ ഹേ എന്നും ഹേം എന്നും ഇവിടെ വന്നിരിക്കുന്നു. മുകളിൽ കുത്തുള്ള ഹേ. ജാ രഹേ ഹേ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം. വാക്കൈ മുझे लगता है कि हम सही दिशा में जा रहे हैं. Really I think we are going in the right direction. Really I think we are going in the right direction. Really I think we are going in the right direction. ശരിക്കും ഞങ്ങൾ ശരിയായ പാതയിലാണ് പോകുന്നതെന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ശരിക്കും, യഥാർത്ഥത്തിൽ, വാസ്തവത്തിൽ നമ്മൾ ശരിയായ പാതയിലാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു.
അല്ലെങ്കിൽ ഞങ്ങൾ ശരിയായ പാതയിലാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വാസ്തവമേ, വാക്കൈ എന്ന് പറഞ്ഞാലും വാസ്തവമേ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ കേട്ടോ. വാക്കൈ, ഇവിടെ വാസ്തവമേ, ഇവിടെ ഒരു മേ അധികം ചേർക്കണം വാസ്തവം ചേർക്കുമ്പോൾ. റിയലി അല്ലെങ്കിൽ ഇൻഡീഡ്, റിയലി അല്ലെങ്കിൽ ഇൻഡീഡ്. ഇൻഡീഡ് ഐ തിങ്ക് വി ആർ ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. ഇൻഡീഡ് ഐ തിങ്ക് വി ആർ ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. വാക്കൈ യഹ് ബഹുത്ത് മുഷ്കിൽ ദാ. വാക്കൈ യഹ് ബഹുത്ത് മുഷ്കിൽ ദാ. വാസ്തവത്തിൽ ഇത് ഭയങ്കര കഷ്ടതയായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് ഭയങ്കര പ്രയാസപ്പെട്ട ഒന്നായിരുന്നു. വാക്കൈ യഹ് ബഹുത്ത് മുഷ്കിൽ ദാ. റിയലി ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. റിയലി ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ഇൻഡീഡ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ഇൻഡീഡ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ഇത് ഭൂതകാലത്താണ്. അത് ഒരു ഭൂതകാലത്തിൽ നടന്നു പോയൊരു സംഭവം. അത് ഭയങ്കര കഷ്ടതയായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര പ്രയാസപ്പെട്ട ഒന്നായിരുന്നു, വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒന്നായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഒന്നും കൂടി ഊന്നി പറയാനാണ് വാക്കൈ ചേർത്തിരിക്കുന്നത്. യഹ് ബഹുത്ത് മുഷ്കിൽ എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടതയായിരുന്നു, കഷ്ടപ്പാടായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു എന്നർത്ഥം. എന്നാൽ വാക്കൈ എന്ന് പറയുമ്പോൾ ശരിക്കും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ, വാസ്തവത്തിൽ എന്നൊക്കെ പറയാം. ഹിന്ദിയിൽ വേറൊരു വാക്കുണ്ട് ഈ വാക്കയ്ക്ക്, വാസ്തവ്. അത് പറയുമ്പോൾ മേന്നും കൂടി ചേർക്കണം. വാസ്തവമേ യഹ് ബഹുത്ത് മുഷ്കിൽ ദാ. വാസ്തവമേ യഹ് ബഹുത്ത് മുഷ്കിൽ ദാ. ഇവിടെ ഇംഗ്ലീഷിൽ റിയലി ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ഇതിനൊരു വാക്ക് ഇവിടെ വേറെ ഉണ്ട്. ആ വാസ്തവമെന്ന് ചേർക്കുന്നതിന് പകരം വേറെ വാക്കുണ്ട്, ഇൻഡീഡ്. ഇൻഡീഡ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ഇൻഡീഡ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ശരിക്കും, യഥാർത്ഥത്തിൽ, വാസ്തവത്തിൽ എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്നതാണ് ഈ വാക്കുകൾ. ഓക്കെ, ശരിക്കും അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ശരിക്കും പഠിക്കാൻ, ഒറ്റ മാസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ, സ്പോക്കൺ ഹിന്ദി പഠിക്കാൻ, പെട്ടെന്ന് പഠിക്കാൻ നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് പഠിക്കാം. ഇപ്പോൾ 1.5 മാസത്തെ ഒരു പാക്കേജ് ഉണ്ട്, അത് തീരുന്നതിന് മുമ്പ് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് കുറച്ച് വളരെ നന്നായിട്ട് പഠിക്കണം, ഇതുപോലെയുള്ള വാക്കുകൾ ഒഫീഷ്യലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്, ഔപചാരികമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളും. അതുപോലെ തന്നെ നിങ്ങൾ PG ഒക്കെ കഴിഞ്ഞിട്ട് നെറ്റൊക്കെ ക്രാക്ക് ചെയ്യാൻ നോക്കുകയാണ്, UPSC പോലുള്ള എക്സാം ക്രാക്ക് ചെയ്യാൻ, UPSC എക്സാം ക്രാക്ക് ചെയ്യാൻ. അതുപോലെ ഗ്രാമർ, നല്ലൊരു ഇതിൽ ഗ്രാമർ, 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഗ്രാമർ അല്ല, അത് നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. അത് നമ്മുടെ കോഴ്സിൽ ചേരുന്ന ആളുകൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതല്ലാതെ സ്പെഷ്യലായിട്ട് ഗ്രാമർ പഠിക്കാനും അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സ്പെഷ്യൽ കോച്ചിങ് വേണ്ടി സ്പെഷ്യൽ കോച്ചിങ് തരാം, പേഴ്സൺ ടു പേഴ്സൺ കോച്ചിങ്, സൂം മീറ്റിംഗ് വഴി. അതല്ല, നിങ്ങൾക്ക് സാധാരണ വാട്സാപ്പ് ക്ലാസ് മതിയെങ്കിൽ അങ്ങനെ തരാം. 6 മാസത്തെ പാക്കേജ് ഉണ്ട്, 1 മാസത്തെ, 1.5 മാസത്തെ പാക്കേജ് ഉണ്ട്, ഈ 1 വർഷത്തെ പാക്കേജ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജ് എടുത്ത് പഠിക്കാം. ഏത് തരത്തിലുള്ള ആവശ്യങ്ങൾ നിങ്ങളുടെ നിറവേറ്റി തരും. നിങ്ങൾ ചേരുന്ന പാക്കേജിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും നമ്മൾ ആ പാക്കേജിനനുസരിച്ചാണ് നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരും. താഴെ കിടന്ന നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.